തുലാം രാശി ചിത്തിരയുടെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെയും മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് തുലാം രാശി. വളരെ കൃത്യമായ സമീപനത്തോടുകൂടി പോകുന്ന രാശിക്കാരാണ് ഈ പറഞ്ഞ 3 നക്ഷത്രത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള കന്നിരാശി. തുലാം രാശിക്കാർ, തുലാം രാശിയുടെ ഗോചരം നമുക്ക് നോക്കാം. അതായത് ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നു, വ്യാഴം ജൂൺ 2 വരെ 9ാം ഭാവത്തിലും അതിനുശേഷം 10ാം ഭാവത്തിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനുകൂലപരമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. 6 നിൽക്കുന്ന ശനി തൊഴിലിൽ വിജയം തരുമെന്നാണ് പറയുക. കാരണം 6ാം ഭാവം എന്ന് പറയുന്നത് ശത്രുഭാവം ആണെങ്കിൽ പോലും തൊഴിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്രദമായ ഒരു അവസ്ഥാന്തരം ഉണ്ടാക്കിത്തരും. എതിരാളികളെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ശത്രുഭാവത്തിൻ്റെ ഒരു പ്രവണത കടന്നു വരുന്നത്. അങ്ങനെയാണ് നമ്മളെ എതിർക്കുന്നവരുണ്ടാവും. കാരണം തൊഴിൽപരമായിട്ട് നമ്മളൊക്കെ വളരെ നമ്മൾ മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ തൊഴിലിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ കിട്ടുന്നു, അതിനുള്ള വരുമാനമൊക്കെ നമ്മളിലേക്ക് വരുന്നു എന്നൊക്കെ തോന്നുമ്പോൾ തീർച്ചയായും സ്വാഭാവികമായിട്ടും എതിരാളികൾ ഉണ്ടാവാം. ആ എതിരാളികളെ പോലും അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു നക്ഷത്രക്കാരുടെ, തുലാം രാശിക്കാരുടെ ഒരു പ്രത്യേകത ഈ വർഷത്തിൽ 2026. അതുപോലെ തന്നെ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ 9ാം ഭാവത്തിലെ വ്യാഴം, അത് ഭാഗ്യമാണ്. ആ ഭാഗ്യം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ തൊഴിലിൽ ഉയർന്ന ഒരു നിലയുണ്ടാവും. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും നമുക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരം ലഭിക്കും. അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ, ബഹുമതികൾ ഒക്കെ കിട്ടാനുള്ള സാധ്യതകൾ തൊഴിൽ മേഖലയിൽ നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെ തൊഴിൽ ഉറപ്പ് നമുക്ക് വളരെ ഭദ്രമാക്കി വയ്ക്കാം. നമ്മുടെ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒന്നുകൂടി ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. നമുക്ക് തൊഴിലിടത്തിൽ നമ്മുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഇനി ബന്ധങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ദീർഘദൂര യാത്രകളുടെയൊക്കെ നമുക്ക് ഈ തൊഴിൽപരമായിട്ടൊക്കെ വേണ്ടി വരുമ്പോൾ ആ യാത്രയിലൂടെ നമുക്ക് നിരവധി പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വ്യക്തിപരമായി ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തൊഴിൽപരമായി നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ ബന്ധപ്പെടാൻ സാധിക്കുക, അത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ നമുക്ക് പുതിയ പുതിയ തൊഴിൽ മേഖലകൾക്കുള്ള സാധ്യതകൾ തുറന്നു കിട്ടുക, ആ തൊഴിലിൽ തന്നെയുള്ള വികസിതമായിട്ടുള്ള പാത തുറന്നു കിട്ടുക, അതൊക്കെ ഈ ബന്ധങ്ങളിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ധനപരമായിട്ട് നോക്കുകയാണെങ്കിലോ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന രീതിയിൽ പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ രാശിക്കാരുടെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് നിലവിലുണ്ടായിരുന്ന ഋണങ്ങൾ, അതായത് ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീർക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് 2026. അതുകൊണ്ട് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ വർഷം അതിനൊക്കെ ഒരു പരിഹാരം കാണുവാനും ധനപരമായ നേട്ടങ്ങളിലൂടെ ഋണപരമായ ബാധ്യതകളെ ഇല്ലാതെയാക്കി സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2026. പിന്നെ ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ പൊതുവെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. നിലവിലുണ്ടായിരുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ അസ്വാസ്ഥ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുവാനുള്ളൊരു സാഹചര്യം കൂടി വരും. കാരണം തൊഴിലിൽ മെച്ചപ്പെടുന്നുണ്ട്, ധനപരമായിട്ടുള്ള മെച്ചങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നല്ലൊരു ഒരു അനുകൂലമായ വർഷമാണ് എന്ന് കണക്കാക്കി തുലാം രാശിക്കാർ വളരെയധികം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് നല്ല തൊഴിൽ ചെയ്ത് ആ തൊഴിലിലൂടെ മെച്ചപ്പെട്ട സാമ്പത്തിക വരുമാനം ഉണ്ടാക്കി വളരെ മനസ്സമാധാനത്തോടു കൂടി ആരോഗ്യപരമായ ഒരു പ്രശ്നങ്ങളുമില്ലാതെ സുഖകരമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2026 തുലാം രാശിക്കാർക്ക്. പ്രണാമം.